ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇറച്ചിപ്പത്തിരിയാണ്. നല്ല കിടിലൻ വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്സാണിത് ഇറച്ചിപ്പത്തിരി. അതിനായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കേണ്ട ഐറ്റംസാണ്. 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യണേ. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകുണ്ട്. ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ആക്കാം. നമുക്ക് പാൻ വെക്കാം. പാൻ വെച്ചിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഓയിലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചെറുതായി കട്ട് ചെയ്ത ഉള്ളി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പച്ചമുളക്, ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക്, മല്ലിയില, കരിവേപ്പില, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് 1 സ്പൂണൊന്നും വേണ്ട, കുറച്ചൊരു 1/2 സ്പൂണായിട്ട് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഉണ്ടാക്കാൻ. നമ്മൾ മിക്സ് ആയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 6 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ട്. 6 മിനിറ്റ് വരെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത് പിന്നെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ മട്ടൻ മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ടത് മീറ്റ് മസാലയാണ്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടത് ചിക്കൻ മസാലപ്പൊടി. ഈ 3 പൊടികളും കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് ഇതൊന്ന് കുറച്ച് സമയം വരെ നമുക്ക് അടച്ച് വെക്കാം. കുറേ ടൈമൊന്നും വേണ്ട. നമ്മൾ മസാലയൊക്കെ ഏകദേശം ഒരു സെറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചിക്കൻ പൊരിച്ചത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ് ഇത് കേട്ടോ. ചിക്കൻ പൊരിച്ചത് നമ്മൾ സാധാ പൊരിക്കുന്നത് പോലെ പൊരിച്ചിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഇത് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അത് നമുക്ക് ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതായത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് കുഴക്കലാണ്. ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് മാവ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. അതായത് നമുക്ക് ചപ്പാത്തിക്കും പിന്നെ പൂരിക്കൊക്കെ ആക്കുന്നത് പോലത്തെ അതേ ഒരു ലെവലിൽ തന്നെ. ഇതിപ്പം മൈദപ്പൊടി മാത്രം വെച്ചിട്ട് ഇതുപോലെ മാവ് ഉണ്ടാക്കുന്നവരും ഉണ്ട്. നമ്മൾ ആക്കുമ്പോൾ ആട്ടപ്പൊടി അടക്കം മിക്സ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഓരോ ചെറിയ ബൗളാക്കി എടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്സാണിത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളിത് മാവിത ഇതുപോലെ ഓരോ ബൗളാക്കി എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ പരത്തിയെടുക്കുക. അധികം കട്ടി കൂടാത്ത വിധത്തിൽ വേണം പരത്തിയെടുക്കാൻ. കട്ടി കൂടിക്കഴിഞ്ഞാൽ കുറച്ചൊരു മാവിൻ്റെ ഇത് മാത്രമേ ഉണ്ടാവും. നമ്മൾ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ടാണ് നല്ലപോലെ പരത്തണം. അതിനുശേഷം ഇതുപോലെ നമുക്കിങ്ങനെ മുറിച്ചെടുത്തിട്ട് മസാല വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കിയിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായ ഓയിലാണിത്. ചീനച്ചട്ടിയിൽ ചൂടാക്കി നല്ല ചൂടിൽ തന്നെ വേണം നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ. എന്നാൽ പെട്ടെന്ന് തന്നെ പൊരിയും. അതായത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പുറത്തെ ഭാഗം പൊരിഞ്ഞ് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചിട്ടിട്ട് സെറ്റാവും. അല്ലാതെ ചൂടാവാത്ത എണ്ണയിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടൂല. ഇത് കണ്ട ചൂടായ നെയ്യിൽ ഒഴിച്ചതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് നല്ല പൊന്തി വന്നിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതുപോലെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്
നല്ലൊരു സ്നാക്സാണിത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.